നിങ്ങൾ മരിച്ചു, പക്ഷെ പെട്ടെന്നൊരു ഓഫർ വരാണ്, 3 ആഴ്ച കൂടെ നിങ്ങളുടെ ജീവിതം നീട്ടിക്കിട്ടിയിരിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളുടെ ബിസിനസിന്റെ പുറകെയാണോ നിങ്ങൾ പോവാ? അസറ്റ് ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾ പോവോ? ഇൻവെസ്റ്റ് ചെയ്യാൻ പോവോ? നിങ്ങൾ ആരുടെയൊക്കെ പോവാ? നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടി പോകും. കാരണം 3 ആഴ്ച മാത്രമേ സമയമുള്ളൂ. ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്താണ് ഗ്യാരണ്ടി? ഫൈനാൻഷ്യൽ ഫ്രീഡം എത്തിയതിനു ശേഷം ഞാൻ അവളെ സ്നേഹിക്കാം, പുള്ളിയോടൊപ്പം ഞാൻ സമയം ചെലവഴിക്കാം എന്ന് വിചാരിക്കുന്നില്ലേ? പൈസ ഉണ്ടാക്കട്ടെ, എന്നിട്ട് എന്റെ കൊച്ചിന്റെ ഒപ്പം സമയം ചെലവഴിക്കാം, ഇങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ, ഇങ്ങനെ ആവട്ടെ, എന്നിട്ട് ഞാൻ അവർക്ക് മുഖം കൊടുക്കാം. എന്താണ് ഗ്യാരണ്ടി? ലെറ്റ് മീ ടെൽ യു സംതിങ്. നമ്മൾ അവഗണിക്കുന്ന ശീലം ഈ ഓട്ടത്തിനിടയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള അച്ചീവ്മെന്റ് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ അവരെ അവഗണിച്ചുകൊണ്ടേയിരിക്കും. അതൊരു ശീലമാണെന്ന് മനസ്സിലാക്കുക. ബാലൻസിങ്ങിലൂടെ അല്ലാതെയാണ് നമ്മൾ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ, അതായത് റിലേഷൻഷിപ്പിന് കൊടുക്കേണ്ട സമയം അത് കൊടുക്കണം, ബിസിനസ്സിന് കൊടുക്കേണ്ട സമയം ബിസിനസ്സിന്, എല്ലാത്തിനും അതിൻ്റെതായ ബാലൻസിങ്ങിലൂടെയല്ല നമ്മൾ പോകുന്നതെങ്കിൽ ഏറ്റവും വലിയ ഖേദം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്.